വിട്ടോ. ഷാഫി പറമ്പിൽ കള്ള് കുടിച്ച് ലെക്ക് കെട്ട് പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പം കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുന്നു. ഷാഫി പറമ്പിലിനെതിരെ ഇങ്ങനെ വ്യാപക ഒരു സൈബർ അറ്റാക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പോലും അറിയാതെ പല ആളുകളും ഷാഫി പറമ്പിലിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം തെണ്ടിത്തരം കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം. സത്യത്തിനൊപ്പം നിന്ന് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുകയാണ്, ഷാഫി പറമ്പിലിന് ഇഷ്ടമുള്ള ആളുകളൊക്കെ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചേക്കണം. എത്ര ആളുകൾ ഷാഫി പറമ്പിലിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചുമ്മാ കണ്ടുപോകാതെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇപ്പം കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഇന്നും ഞാൻ കണ്ടു, ഇന്നലെയും കണ്ടു, മിനിഞ്ഞാന്നും കണ്ടു, അതിൻ്റെ തലേന്നും കണ്ടു. സ്ഥിരമായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെതിരെ ഇങ്ങനെ ഓരോ വീഡിയോകൾ പടച്ചു വിടുവാണ്. പുള്ളി പ്രചാരണത്തിനിടയിൽ ഈ പുള്ളി ടയേർഡായിട്ട് നിൽക്കുന്നതും ഈ പറഞ്ഞിട്ടുള്ള സമരത്തിൻ്റെ ഇതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് പുള്ളി കള്ള് കുടിച്ച് ലെക്ക് കെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു കള്ളുകൂടിയനാണ്, ആഭാസനാണെന്നൊക്കെ വരുത്തി തീർക്കുന്നുള്ള രീതിയിലാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കടന്ന് കുറേ എണ്ണം അങ്ങോട്ട് ഇങ്ങനെ കുരു പൊട്ടുന്നത്. എന്താല്ലേ എന്താണിത്? ഒരു വ്യക്തിയെ ഇങ്ങനെ അപമാനിക്കാൻ എന്തിനാണ് ഇങ്ങനെ ആ വ്യക്തിയോടുകൂടി ചെയ്യുന്നത്? നമുക്കറിയാം ഷാഫി പറമ്പിലേക്ക് ആണെങ്കിൽ കോൺഗ്രസ് എന്തായാലും ഒരു കോൺഗ്രസ്സുകാരൻ, ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ്സുകാരനും അതുപോലെ കോൺഗ്രസ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും പിന്തുണയ്ക്കുന്ന ആളുകളും ഇതൊന്നും വിശ്വസിക്കാനും പോകത്തില്ല. ഈ പറഞ്ഞതൊന്നും ഇങ്ങനെ പറയത്തുമില്ല. ഇപ്പം ഇതൊക്കെ മനഃപൂർവ്വം കെട്ടി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കുറേ വാർത്തകളാണെന്ന് ഞാൻ പറയൂ. ഞാൻ 1-2 ക്ലിപ്പുകളൊക്കെ ഞാൻ വെച്ച് തരാം. പുള്ളി അത് ഈ പറഞ്ഞിട്ടുള്ള പുള്ളി ഇങ്ങനൊരു വ്യക്തിയാണ്, മോശക്കാരനാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ ഓടി പ്രവർത്തിച്ച വ്യക്തിയാണ്. 140 മണ്ഡലങ്ങളിലും ഓടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉറക്കവും ഊണവും ഇല്ലാതെ ഒന്നുമില്ലാതെ ഭക്ഷണവും ഒന്നും സമയാസമയങ്ങളിൽ വെള്ളവും ഫുഡും ഒന്നും കഴിക്കാതെ എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ഓടി നടന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. തൻ്റെ ഹെൽത്ത് പോലും നോക്കാതെയാണ് പുള്ളി ഓടി നടത്തുന്നത്. അങ്ങനെ ഒരു മനുഷ്യയാണ് ഇങ്ങനെ ചുമ്മാ ഈ പറഞ്ഞിട്ടുള്ള കള്ളുകൂടിയനാണ്, ആഭാസനാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിൽ, കഞ്ചാവടിക്കാരനാണെന്നൊക്കെ രീതിയിൽ ഇപ്പോൾ ഓരോന്ന് വരുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരെ ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ 1-2 ക്ലിപ്പ് ഇവിടെ വെച്ച് തരാം. അപ്പോൾ ഈ ക്ലിപ്പ് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഷെയർ ചെയ്തിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കണ്ടില്ലേ, ഷാഫി പറമ്പിൽ കള്ളു കുടിച്ച് കൂത്താടിയിട്ട് വരുന്ന കോലം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ഓരോ ഇതിനകത്തൊക്കെ ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ. കൂടുതൽ എനിക്കൊന്ന് ഫേസ്ബുക്കിനകത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ, 1-2 ക്ലിപ്പ് ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. വിട്ടോ. ഓക്കെ, ഈ വീഡിയോ പ്രചരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സത്യപ്രതിജ്ഞയ്ക്ക് വന്ന് തിരിച്ചു പോകുന്ന ഷാഫി പറമ്പിലിൻ്റെ കോലമാണ്. കണ്ടില്ലേ, എന്താണിത് ഷാഫി പറമ്പിൽ, നിങ്ങൾ ഇത് എന്താണ് ഈ കാണുന്നത്? വീഡിയോ ആണോ ഇത്? റിയൽ ഷാഫി പറമ്പിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പല ആളുകളും ഈ വീഡിയോകൾ ഷെയർ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെന്ന് നോക്കിക്കേ. ഈ വീഡിയോയിൽ ഷാഫി പറമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള പ്രതിഷേധത്തിൽ പുള്ളിക്ക് അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ആ വീഡിയോയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിയുടെ ഷർട്ടിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഷർട്ടിനകത്ത് ചോരയൊക്കെ പറ്റിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് പറയുവാണ്, ഇത് സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഷാഫി പറമ്പിൽ പോകുന്ന കോലമാണ്, എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ആ ഒരു ലെക്ക് കണ്ടില്, പ്രവർത്തകരോട് സംസാരിക്കാൻ പോലും പുള്ളിക്ക് തല പൊങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു മോശമാണ് ഇത്. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് പറയാം. നിങ്ങൾ ആ ഒരു വീഡിയോ ഞാൻ
ഒന്നുകൂടെ ഒന്ന് വെച്ച് തരാം, ഒന്നുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലപോലെ അതിനകത്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ ഷർട്ടിനകത്ത് ആ ഷർട്ട് അഴുക്കായിട്ടിരിക്കുന്നതും കണ്ടില്ലേ, പുള്ളി കാരണം ആകെ ടയേർഡായിട്ടിരിക്കുവാണ്, അല്ലാതെ ഈ പറഞ്ഞ കുടിച്ചു കൂത്താടി ലക്കിയിട്ടിരിക്കുമല്ല. ഇനി വേറൊരു വീഡിയോയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, ആ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ അതിന് മുമ്പേ ആ വീഡിയോ കാണുന്നവർ, അത്യാവശ്യം സാമാന്യ ബോധ്യമുള്ള ആളുകൾക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പം വി ഡി സതീശനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നല്ല സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ വരുന്ന സമയത്ത് അണികൾ തിക്കും തിരക്കും ഉണ്ടാക്കാറുണ്ട്. അവരെ കാണാനും അവരുടെ അടുത്ത് വരാനും കെട്ടിപ്പിടിക്കാനും കൈ കൊടുക്കാനൊക്കെ തിക്കും തിരക്കും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ തിക്കും തിരക്കിന് ഇടയ്ക്ക് ഷാഫി പറമ്പിൽ വി ഡി സതീശനെ കാണാനും അടുത്ത് വരാനൊക്കെ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക്, പ്രവർത്തകർ തിക്കും തിരക്കും കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഷാഫി പറമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വി ഡി സതീശനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത്. നമ്മുടെ കസേര, ഞാൻ ഇപ്പോൾ വീഡിയോ വെച്ച് തരാം, നിങ്ങൾ കണ്ടു നോക്കിയാൽ കസേര തൊട്ട് അരികിലൊരു കസേര ഇരിപ്പുണ്ട്. ആ കസേരയ്ക്കകത്ത് ഷാഫി പറമ്പിൽ പിടിച്ച് അങ്ങോട്ടും ബാലൻസ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളുന്നത് ആ വീഡിയോയിൽ തന്നെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പം വി ഡി സതീശൻ അവിടെ നിൽക്കുന്ന ജനങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, താൻ എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത്, ഇങ്ങനെ നമ്മളിന്ന് റിലാക്സ് ആകാൻ പറയത്തില്ല, ആ ഒരു രീതിയിലാണ് പറയുന്നത്. അത് ഷാഫി പറമ്പിലിനോടാണ് എന്തിനാ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അങ്ങനെ രീതിയിൽ വരുത്തി തീർത്തിട്ടാണ് ഈ ഒരു വീഡിയോയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ പടച്ചു വിടുന്നത്. എന്തല്ലേ, എന്തൊരു പച്ച കള്ളമാണ്, ഇതാണ് ഒരാൾ ഡീഗ്രേഡ് ചെയ്യാനെ കൊണ്ട് കണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അരിയാരം കഴിക്കുന്ന ആളുകളും ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളും ഇതൊന്നും വിശ്വസിക്കാൻ വന്നില്ല. അതൊക്കെ അവർക്കൊക്കെ കാണുമ്പോൾ ഇത് അറിയാവുന്നതാണ്, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. ആ ഒരു തെക്കും തിരക്കിനിടയ്ക്ക് വി ഡി സതീശനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഷാഫി പറമ്പിലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് കണ്ടുപോകേ. കണ്ടില്ലേ, ആ വീഡിയോ 1-2 വട്ടം റിപ്പീറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അവിടെ കസേരകളും കാര്യങ്ങളും ഇരിപ്പുണ്ട്. ആ കസേര, ഇവരിരുന്ന കസേരയുടെ ഇടയിൽ അതിലൂടെ അവർ പോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ട ഈ തിക്കും തിരക്കും ഉണ്ടാവുന്നത്. അപ്പം പല സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ കുടിച്ച് കൂത്താടി ലെക്ക് കെട്ട് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൊക്കെ എന്ത് വാടി ഇതൊക്കെ. പിന്നെ ഷാഫി പറമ്പിലിന് പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളി ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഫേസൊക്കെ നമ്മൾ ചില സമയത്ത് നമുക്ക് കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാ സ്ഥലങ്ങളിലും ഓടി സ്വന്തം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ചിലപ്പോൾ എല്ലാവരുടെ ഹെൽത്തും ഒരുപോലെ ഇരിക്കണമെന്നില്ല. ഇത് പല ആളുകളെയും ഷാഫി പറമ്പിലിൻ്റെ ഈ ഹെൽത്ത് വെച്ചിട്ട് പല ആളുകളെയും കമ്പയർ വരെ പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടായിരുന്നു. അയാൾ ഇതുപോലെ എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അയാൾക്കൊരു കുഴപ്പമില്ലല്ലോ, ക്ഷീണിതനല്ലല്ലോ, ഷാഫി മാത്രം എന്താണ് ക്ഷീണിച്ചിരിക്കുന്നത്, അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എല്ലാവരെയും ഹെൽത്ത് ഒരുപോലെയല്ല, അതാദ്യം മനസ്സിലാക്കുക. എല്ലാവരും ഹെൽത്ത് ഒരുപോലെയല്ല. ഷാഫി പറമ്പിൽ എന്ന് വെച്ചാൽ ഓടി ഒരിടത്തുനിന്ന് മറ്റിടത്ത് പോയി, അവിടെ നിന്ന് മറ്റിടത്ത് പോയി, എല്ലായിടത്തും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു കറ കളഞ്ഞൊരു കോൺഗ്രസ്സുകാരനാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിനെ പറ്റിയിട്ട്. 2 ദിവസമായിട്ട് ഞാൻ അത് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പം ജോമോൾ ജോസഫ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ മദ്യപിച്ച് ലക്കുകെട്ടാണ് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്ന വ്യാപക പ്രചാരണം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഞാനും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴേ എനിക്ക് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊക്കെ തെണ്ടിത്തരം, അവിടെ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ അങ്ങേയറ്റത്തെ തെണ്ടിത്തരമാണ്. ഷാഫി മദ്യപിക്കുമോ ഇല്ലയോ എന്നത് അയാളുടെ വ്യക്തിപരമായ വിഷയമാണ്, ശരിയാണ്. അതൊക്കെ അയാളുടെ വ്യക്തിപരമായി മദ്യപിക്കുന്നില്ലെങ്കിലും അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. അയാൾ മദ്യപിക്കുന്നതും മദ്യപിക്കാത്തതും അയാളുടെ മാത്രം ചോയ്സാണ്. അതിൽ മറ്റുള്ളവർ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ മദ്യപിക്കാൻ പാടില്ലെന്ന് ഒരു ഭരണഘടനയിലും പറഞ്ഞിട്ടതായി എനിക്കറിവില്ല. അതുകൊണ്ട് അയാൾ മദ്യപിക്കുമെങ്കിൽ പോലും അതിനെ കുറ്റം പറയാനോ കളിയാക്കാനോ ആർക്കും ഒരവകാശവുമില്ല. അത്തരം കാര്യങ്ങൾ ചർച്ചയായി മാറേണ്ട 4 സാഹചര്യങ്ങളെ നിലവിലുള്ളൂ.
അയാൾ മദ്യപിച്ചോ മദ്യപിക്കാതെയോ മറ്റുള്ളവർക്ക് ഒരു ശല്യമോ ഉപദ്രവവുമായി മാറുന്നത് എങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ്. അയാൾ മദ്യപിച്ച അയാളുടെ പ്രവൃത്തികളോ ഇടപെടലുകളോ കോൺഗ്രസ് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെയും പ്രവർത്തകരുടെയും വിഷയമാണ്. അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ മദ്യപിച്ചുകൊണ്ട് പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എങ്കിൽ പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ്. അയാൾ മദ്യപിക്കുന്നത് കൊണ്ട് അയാളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളോ വഴക്കുകളോ ഉണ്ടാകുകയോ അത് ആവർത്തിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശ്നമാണ്. നിലവിൽ ഇത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തിടത്തോളം അയാൾ മദ്യപിക്കുന്നു എന്നൊരു നരേഷൻ ഉയർത്തിക്കൊണ്ട് വന്ന് അയാളെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ മോശമാണ്. ഡീഗ്രേഡ് ചെയ്യാനുള്ള പരിപാടിയാണ്, അത് വേറെ കാര്യം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു സപ്പോർട്ട് അത് മാരക സപ്പോർട്ട് തന്നെയായിരുന്നു. പലയിടത്തും ഓടി നടന്ന് അത്രയ്ക്ക് സപ്പോർട്ടാണ് UDF ഈ പറഞ്ഞിട്ടുള്ള ഷാഫി പറമ്പിൽ കൊടുത്തിട്ടുള്ളത്. സ്വന്തം ഹെൽത്ത് പോലും നോക്കാതെയാണ് പ്രവർത്തിച്ചത് ആ വ്യക്തിയെ പറ്റിയിട്ടാണ്. അതാണ് പറയുന്നത്, അങ്ങനെയുള്ള ആളുകളെ ഡീഗ്രേഡ് ചെയ്താൽ അല്ലെങ്കിൽ അടുത്ത വട്ടം ഈ പറഞ്ഞ പോലെ കുറച്ച് വോട്ട് കുറയും എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം അരിയാഹാരം കഴിക്കുന്നു എന്നൊരു തെളിവാണ് ഈ കഴിഞ്ഞ 102 സീറ്റിൻ്റെ വിജയത്തോടുകൂടി UDF അധികാരത്തിൽ വന്നത്. ഇന്നലകളിൽ അയാളെ തോളിൽ ചുമന്നു നടന്ന ചില ലീഗുകാരും ചില കോൺഗ്രസ്സുകാരുമാണ് ഇയാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന പേരിൽ ഇപ്പോഴയാളെ വ്യക്തിഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ മോശമാണ്. ഈ വിഷയത്തിൽ ഷാഫിക്കൊപ്പമാണ് ഞാനും ഷാഫിക്കൊപ്പമാണ്. അയാൾ കുടിക്കോ കുടിക്കാതിരിക്കോ അത് അയാളുടെ ചോയ്സാണ്, അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതൊന്നും നമുക്കറിയാതെ അയാൾ കുടിച്ചോ ഇല്ലയോ, അതെന്താണ്, ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണ്, അത് എപ്പോഴത്തെ വീഡിയോ ആണ്, ഇതൊന്നും മനസ്സിലാക്കാതെ ഒരാളെ പോയി പബ്ലിക്കിൽ വന്നിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ പടച്ചു വിടുന്നതിന് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഞാനും ഷാഫി പറമ്പിലിൻ്റെ കൂടെ തന്നെയാണ് ഈ കാര്യത്തിൽ. കാരണം അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള പേഴ്സണൽ ചോയ്സുകളിലേക്കുള്ള കടന്നുകയറ്റവും കടന്നാക്രമണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു എന്ന് ജോമോൾ ജോസഫ്, പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്, അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. 2-3 ദിവസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കൂടുതൽ ഫേസ്ബുക്കിനകത്താണ് ഇത് കാണുന്നത്. ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് ഷാഫി പറമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വീഡിയോയും അതുമൂലമുണ്ടായിട്ടുള്ള പുള്ളി ടയേർഡായിട്ടിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ചെറിയ രീതി ക്ലിപ്പൊക്കെ കട്ട് ചെയ്തിട്ട് കുടിച്ച് കൂത്താടി അവിടെ ഇരിക്കുന്നു, കുടിച്ച് ലെക്ക് കെട്ട് അവിടെ കിടക്കുന്നു എന്നൊക്കെ ഈ പറഞ്ഞിട്ടുള്ള വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിനെ പറ്റിയിട്ട്. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത്, വെറുതെ കണ്ടുപോകുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സി യു.